ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, വേദലക്ഷ്മി. ഇവിടുത്തെ അവരെ രണ്ടുപേരെയും ഇടയിലുള്ള വിഷയം പണത്തിൻ്റെ പ്രശ്നമാണ്. പണമാണ് വിഷയം. വേദലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ലക്ഷങ്ങൾ വാങ്ങി എന്ന് പറയുന്നു. എന്നിട്ട് തിരിച്ച് കൊടുത്തിട്ടില്ല. അബിൽദേവോ അങ്ങനെയങ്ങാണ്ട് ഒരു പയ്യൻ്റെ കയ്യിൽ നിന്നും വാങ്ങി. അതുപോലെ ഒരുപാട് പേരുടെ കയ്യിൽ നിന്നും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ പണങ്ങൾ വാങ്ങി. ലക്ഷക്കണക്കിനാണ് വാങ്ങിയെന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. ഒരു കാര്യം ചർച്ച നടത്തി കുറച്ച് നാൾ കഴിയുമ്പോൾ അതങ്ങോട്ട് മാറി നിൽക്കും. അപ്പോൾ അടുത്തത് വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. വേദലക്ഷ്മി റോബിനോട് പണം ചോദിക്കുന്നു. അപ്പോൾ അവിടെ റോബിൻ ഉറഞ്ഞുതുള്ളുന്നു. ഇതാണ് അവിടെ നടക്കണത്. റോബിൻ എന്ത് പറഞ്ഞാലും ലാന അലറും കണക്കൊരു അലറലുണ്ട്. ഓങ്ങ് വിളിച്ചു കൊടുക്കും ഉച്ചത്തിൽ. അലറിയുള്ള വിളിയാണ്. അത് കേൾക്കുമ്പോൾ ആരായാലും നല്ല ഉറക്കത്തിൽ കിടക്കണവരും ചാടി എഴീക്കും. ഇതെന്തിനാണ്, ഭൂമി കുലുക്കമാണോ എന്നൊക്കെ അങ്ങ് തോന്നിപ്പോവും. അത്രയ്ക്കുള്ള അലറാണ്. വേദലക്ഷ്മി പണം ചോദിക്കുന്നു. അവിടെ പുള്ളിക്കാരൻ അപ്പോഴും അതിനെ എതിർത്തിട്ട് പുള്ളിക്കാരൻ എന്തോ പരാതി അങ്ങാണ്ട കൊടുത്ത്, നീ അങ്ങ് വാ, നീ സ്റ്റേഷനിൽ വാ എന്ന് വിളിക്കുന്നു. എന്നിട്ട് പ്രസ് മീറ്റിംഗ് നടത്തുന്ന കാര്യം പറയുന്നു. വേദലക്ഷ്മി റോബിൻ, എറണാകുളത്ത് ഞാൻ പ്രസ് മീറ്റിങ്ങിന് വന്നു, എന്നിട്ട് ഇവിടെ വന്നില്ല ഇത്രയും നേരമായിട്ട് എന്നൊക്കെ പറഞ്ഞങ്ങ് കുരയ്ക്കുന്നു. റോബിൻ രാധാകൃഷ്ണൻ ഒരു പയ്യൻ്റെ നിന്ന് പണം വാങ്ങിച്ചതിൻ്റെ കണക്കാണ്. അത് കൊടുക്കുന്ന സമയത്തുള്ളതാണ്. നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, സുവിത വിൽബ്രോ ആണ്. ഇന്ന് മെയ് 18. അപ്പം നമ്മൾ തമ്മിൽ ഓൾറെഡി ഈ സെറ്റിൽമെന്റിന്റെ കാര്യം സംസാരിച്ചിരുന്നു, എമൗണ്ടും സംസാരിച്ചിരുന്നു. അപ്പം 20-ാം തീയതി പറഞ്ഞിരുന്നു. അപ്പൊ 5 lakhs ഓൾറെഡി കൊടുത്തു. ഇനി ബാലൻസ് ഉള്ളത് 40 ലക്ഷം രൂപയാണ്. അതിൽ ഈ വരുന്ന മെയ് 28-ാം തീയതി അന്ന് 5 ലക്ഷം രൂപ, ജൂൺ 5-ാം തീയതി അന്ന് ബാലൻസ് 5 ലക്ഷം രൂപ, ജൂൺ 10-ാം തീയതി അന്ന് 5 ലക്ഷം രൂപ. അപ്പൊ ടോട്ടല് 20 ലക്ഷം രൂപ അന്ന് ക്ലിയർ ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം ജൂൺ 15-ാം തീയതി അന്ന് 25 lakhs കൂടെ ചേർത്തിട്ട് കംപ്ലീറ്റ് എമൗണ്ട് അന്നത്തോടു കൂടി ഫിനിഷ് ചെയ്യാണ്. അപ്പൊ അത് ഫിനിഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ഹാൻഡ് ഓവർ ചെയ്ത് ഹാപ്പി ആയിട്ട് പിരിക്കുന്നു. ഓക്കെ, താങ്ക് യു. അപ്പൊ അതിനുവേണ്ടി ഒരു എന്താ പറയാ, എവിഡൻസ് ആയിട്ട് നമ്മൾ ഫോഴ്സ്ഫുള്ളി അല്ല ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മൾ പരസ്പര ധാരണയിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം താങ്ക് യു സോ മച്ച്. ഈ അടുത്തിരുന്ന പയ്യൻ്റെ കയ്യിൽ നിന്നാണ് 45 ലക്ഷവും കണ്ട വാങ്ങിച്ചിട്ട് 5 ലക്ഷം വെച്ചിട്ട് 4 പ്രാവശ്യം കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പം 20 പിന്നെ 25 ലക്ഷം അങ്ങനെ ഒത്തു കൊടുക്കുമെന്ന് പറയുന്നു. ഇങ്ങനെ പറഞ്ഞ ആള് പണം കൊടുത്തിട്ടില്ല. ഇപ്പോൾ അവർ പണം ചോദിക്കുന്നു. അപ്പം പണം വാങ്ങിക്കാൻ നേരത്ത് നല്ല തക്കിടി മോനായിട്ട് വന്നിരുന്നും കൊണ്ട് ചോദിക്കുന്നുണ്ട്. അവർ വേദലക്ഷ്മിയും റോബിനും മുൻ ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ആയിരുന്നു. അങ്ങനെയൊക്കെയുള്ള സൗഹൃദങ്ങൾ അതിന് മുമ്പൊക്കെ അവർ പരിചയം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം നല്ല സൗഹൃദമാണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് ഒരു സൗഹൃദത്തിൻ്റെ പേരിൽ ഇവർ പണം വാങ്ങിച്ച് പിന്നെ ഇത്രയും നാളായിട്ട് അത് കൊടുക്കാതെ വന്നു. പുള്ളിക്കാരൻ പാർട്ടി മാറി വേറെ പാർട്ടിയിലോട്ട് അങ്ങോട്ട് കയറിയിട്ട് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലൊക്കെ ചെന്ന് കിടന്ന് കാണിക്കണ വേല കാണണം. ആ പാർട്ടിയെ അങ്ങേയറ്റം പറഞ്ഞുകൊണ്ടിരുന്ന മനുഷ്യനാണ്. പിന്നെ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് എല്ലാ അമ്മമാർക്കും സഹോദരിമാർക്കും എല്ലാവർക്കും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര ജീവനാണ്. ഭയങ്കര ആരാധകരായിരുന്നു അയാൾക്ക്. പിന്നെ അതിനുശേഷമാണ് അറിയണത് ഇയാൾ ഇപ്പോഴാണ് രംഗത്ത് വരുന്നത്. ലക്ഷങ്ങൾ ഓരോരുത്തരുടെ കയ്യിൽ നിന്നും വാങ്ങിച്ചു. വേദലക്ഷ്മിയുടെ കയ്യിൽ നിന്നും ഈ പയ്യൻ്റെ കയ്യിൽ നിന്നും മാത്രമല്ല, ഒരുപാട് പേരെ കയ്യിൽ നിന്നും വാങ്ങിച്ചു. കോടികളാണ് കൊടുക്കാനുള്ള. വേദലക്ഷ്മിക്കൊക്കെ തുച്ഛമായ ലക്ഷങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ അല്ലെന്നാണ് പറയണത്. കോടികളെ കടമാണ് ഇയാൾക്കുള്ളതെന്ന്. ഇയാൾ എന്തിനാണ് ഇങ്ങനെ വാങ്ങിക്കണമെന്ന് മനസ്സിലാവില്ല. ആൾ നല്ല ഡീസൻറ്റിൽ അങ്ങനെ നടപ്പുണ്ട്. ആർഭാടമായിട്ടുള്ള ജീവിതം, സുഖജീവിതം പോലെയാണ് നടക്കുന്നത്. നമ്മുടെ വേദലക്ഷ്മി പറയുന്നുണ്ട് വാക്കുകൾ. ഇതൊന്ന് മാന്യമായിട്ട് സെറ്റിൽ ചെയ്യാന്നുള്ളൊരു കാര്യത്തെ അപേക്ഷിച്ച് ആൾ ചെയ്യുന്നത് ഇത് മാനിപ്പുലേറ്റ് ചെയ്ത് വളരെ മോശമായിട്ട് വേറൊരു രീതി ചിത്രീകരിച്ച് ഇപ്പോൾ ആൾക്ക് തിരിച്ചു തരാനുള്ള ടൈം വിൻഡോ ആണ് വേണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. അനാവശ്യം പറയരുത്. അനാവശ്യം പറഞ്ഞ് മാനിപ്പുലേറ്റ്. വേദലക്ഷ്മി എവിടെ സംസാരിച്ചാലും മാന്യമായ രീതിക്ക് സംസാരിക്കും. അത് എവിടെയായാലും അങ്ങനെ തന്നെയാണ്.
ഒരു ചീത്ത വാക്കോ ഒരു അനാവശ്യ വാക്കോ വേദലക്ഷ്മി പറയേയില്ല, കള്ളം പറയൂല. അതാണ് സത്യസന്ധമായ വാക്കുകളാണ് വേദലക്ഷ്മി പറയണത്. ഈ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ അനാവശ്യ വാക്കുകളാണ് വേദലക്ഷ്മിയെ വിളിച്ചത്, ചീത്ത വാക്കുകളാണ് വിളിച്ചതെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പണം ചോദിച്ചപ്പോൾ തിരിച്ചു അനാവശ്യ വാക്കുകൾ വിളിച്ചു എന്നാണ് അറിഞ്ഞത്. ഇത് നമ്മൾ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളും പറഞ്ഞ് ഇത് വളച്ചൊടിച്ച് ഇത്രയും പ്രശ്നങ്ങളാക്കി തീർത്തത് ആളുടെ കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ടായിരിക്കും. അങ്ങനത്തെ അവസ്ഥകൾ മനുഷ്യർക്ക് ഉണ്ടാവാറുണ്ട്, അതൊക്കെ മനസ്സിലാക്കാം. അത് ക്രിമിനൽ ബുദ്ധിയോടെ, ഇത് ഹാബിച്വൽ അബ്യൂസ് ആണെന്നുള്ളത് ഞങ്ങൾ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇതേ റൂട്ടിൽ പൈസ കൊടുക്കാനുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, ബിസിനസ്സുകാരുൾപ്പെടെ അല്ലെങ്കിൽ പാവപ്പെട്ടവരുൾപ്പെടെ ഒത്തിരി പേരെത്തി സിമിലർ കാര്യം തന്നെ ചെയ്തിട്ട് കോടികളുടെ, നമുക്കൊക്കെ ലക്ഷങ്ങളുടെയൊക്കെ ആയിരിക്കും ഒരു ലോണോ കാര്യങ്ങളോ ഉള്ളത്, പക്ഷേ ആൾക്ക് കോടികളുടെ ബാധ്യത ഇതുകൊണ്ട് ഈ ഒരു എന്താ പറയണ്ടേ, ഈ ഒരു ഇതേ രീതി പിന്തുടർന്നുകൊണ്ട് ഈ സ്കാം കൊണ്ട് തന്നെ ആക്കിയിട്ടുണ്ട്. ഒരു ഷാലു പേയാട് എന്ന് പറയുന്ന ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ട്. അദ്ദേഹം എനിക്കൊന്ന് FK ഫോട്ടോഗ്രാഫ് മെമ്പറൊക്കെയാണ്, സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇവർ തമ്മിൽ ഇതേ പയ്യനാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ്റെ അടുത്തിരുന്ന പയ്യനാണ്. പൈസ കൊടുത്ത പയ്യൻ 45 ലക്ഷം കൊടുത്തെന്ന് പറഞ്ഞ പയ്യൻ 5 പൈസയും കൊടുത്തിട്ടില്ല. എന്നിട്ട് പറയണതാ, എന്നിട്ട് ഭയങ്കര തള്ളലാണ്. ഞാൻ 45 എന്നുള്ള ഞാൻ 46 കൊടുത്തെന്നു. എവിഡൻസ് ഉണ്ട്, എൻ്റെ കയ്യിൽ എവിഡൻസ് ഉണ്ട് പറയണത്. ഇവർ തമ്മിൽ ഇതേമാതിരി തന്നെ ഒരു സാമ്പത്തിക ഇടപാടും അല്ലെങ്കിൽ പേഴ്സണൽ ഫൈറ്റും അങ്ങനെ ബിഗ് ബോസ് കഴിഞ്ഞ ശേഷം ഒരു 2 വർഷം മുമ്പ് വരെ വളരെ സജീവമായിട്ടുണ്ട്. ഷാലു പേയുടെ എല്ലാ ഓൺലൈൻ മാധ്യമങ്ങളിലും വരുന്നു, റോബിൻ്റെ ഓരോ സ്കാമുകൾ പറയുന്നു, എല്ലാം പറയുന്നു. ഒരു സുപ്രഭാതത്തിൽ ഷാലു പേയാട് അത്രയും ഇന്നലെ വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് കൂടിയ ആൾ ഒരു ദിവസം രാവിലെ വന്നിട്ട് റോബിൻ എന്നോട് ക്ഷമിക്കണം, ഞാനെല്ലാം ചെയ്ത് തെറ്റാണ്, ഞാൻ എൻ്റെ പബ്ലിസിറ്റിക്ക് വേണ്ടി ഞാൻ നിന്നോടും നിൻ്റെ ഫാമിലിയോടും ചെയ്ത മാപ്പാണെന്ന് ഒരു സുപ്രഭാതത്തിൽ അത് പറഞ്ഞ് ആ വ്യക്തി വാനിഷായി പോവാണ്. പക്ഷേ ഷാലുവിനെ ഞാൻ വിളിച്ച് എനിക്ക് പറ്റിയൊരു അബദ്ധം പറ്റി അന്വേഷിച്ച് നോക്കിയ സമയത്ത് ക്ലീനായിട്ട് ഇവിടെ ഒരു സ്കാം അവൻ അവിടെ നടത്തിയിരിക്കുകയാണ്. ഇറ്റ്സ് എ വേർഡ് ഹണി ട്രാപ്പ്. അത് ഷാലുവിന് പറ്റിയ ഹണി ട്രാപ്പ്. ഷാലു പറഞ്ഞ അബിലെ ഞാൻ കമ്മീഷണർ എടുത്ത് എന്നെ എത്തിച്ചു കഴിഞ്ഞിട്ട് എന്നെ ഒരു ഹണി ട്രാപ്പിലൊരു കംപ്ലയിൻറ്റ്, എനിക്ക് ആ വ്യക്തിനെ ഞാൻ അവിടെ പറയുന്നില്ല, ആ വ്യക്തിനെ കൊണ്ട് കംപ്ലയിൻറ്റ്, ഞാൻ പേടിച്ച് പോയി. എനിക്ക് 2 കുട്ടികളുള്ളതാണ്, ഞാൻ അതുകൊണ്ട് അവൻ പറയുന്നത് കേൾക്കാമെന്ന്. കാരണം ഞാൻ അന്ന് ആ രാത്രി അവിടെ ഉണ്ടായിപ്പോയി, നാളെ അത് കംപ്ലയിൻറ്റ് വന്നാൽ ഞാൻ പെട്ടുപോകുമെന്ന് വിചാരിച്ച് ഞാൻ ഒന്നു എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുകയുണ്ടായി. അത് ആൾക്കും പൈസ കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതിൽ ആളൊഴിഞ്ഞു പോയി പേടിച്ചിട്ട്. ഇയാൾ മുഴുത്ത ചീത്തയൊക്കെ ആയിരിക്കും വിളിക്കുന്നത്, അതുകൊണ്ടാണ് പേടിച്ചിട്ട് പോയിട്ടുണ്ട്. ഹണി ട്രാപ്പ് ഉണ്ടാ ഈ ഡോക്ടർ റോബിന്? വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവൻ എന്നോട് പറയുന്നതിലും ഉണ്ട്. അന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാനത് ചെയ്തതെന്ന് പറയുന്ന ഒരു വോയിസിൽ എൻ്റെ ഉണ്ട്. അത് എന്നോട് അന്ന് ബ്രോ അതായത് അതെല്ലാം എൻ്റെ അച്ഛൻ കാരണമാണ്, അച്ഛൻ്റെ ആ ധാർഷ്ട്യത്തിൽ ഉണ്ടായി പോയതാണ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. പിന്നെ അതിൽ പറഞ്ഞ വ്യക്തി എന്നോട് പറഞ്ഞ അങ്ങനെയൊന്നും ഇല്ല, ആ കാര്യം അങ്ങനെയൊന്നും ഇല്ല എന്ന് വീണ്ടും പറഞ്ഞു. അപ്പോൾ പിന്നെ ഷാലുമായിട്ടൊക്കെ കണക്റ്റഡേ. അപ്പോൾ അതൊരു ഈ സ്കാമറെ തിരിച്ചറിയാനുള്ളതാണ്. ഞാൻ അതാ പറഞ്ഞത്, അഖിൽ മാരാർ ഇവിടുന്ന് ഇൻഡസ്ട്രിയിലുള്ള ഒരുവിട്ട ബ്ലോഗേഴ്സിൻ്റെ അടുത്ത് ഇനി ചോദിക്കാൻ പറ്റും, പണം ആവശ്യമുണ്ടെങ്കിൽ കടം ചോദിക്കുന്നതല്ല, ഇത് ചോദിച്ചതിനൊരു സ്കാമായിട്ട് പുള്ളിക്കാരൻ ചിത്രീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, ഇനി ഒരാളുടെ പണം നഷ്ടപ്പെടരുത്, ഒരിക്കലും പറ്റരുത്. ഇങ്ങനത്തെ ഒരു രീതി റോബിൻ നിർത്തി. കാരണം ഭയങ്കര നല്ലൊരു കോണ്ടന്റ് മേക്കറാണ്, നല്ലൊരു ഡോക്ടറാണ്, എല്ലാമാണ്. അദ്ദേഹം നേരായ മാർഗ്ഗത്തിൽ വരിക എന്നുള്ളതും ഇനി ഒരാളെ പറ്റിക്കുന്ന രീതി, അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ ഇവിടെ വന്ന് മീഡിയയിലേക്ക് ഇനി നമ്മുടെ നിരപരാധിത്വം ക്ലിയർ ചെയ്ത് ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത്. ക്ലിയർ ചെയ്ത് അവരെ നിരപരാധിത്വം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. അവർക്കൊക്കെ പണം ഒരുപാട് കൊടുക്കാനുണ്ട്, ഈ പയ്യന് ലക്ഷങ്ങൾ കൊടുക്കാനുണ്ട്. അപ്പോൾ ഇവരെല്ലാം ഇതൊക്കെ വന്ന് പറയുമ്പോൾ ഡോക്ടർ റോബിൻ തിരിച്ച് അസഭ്യ വാക്കുകളാണ് പറയുന്നത്. ഈ പണം കൊടുക്കാനുള്ളത് കൊണ്ട് ദേഷ്യപ്പെടുകയാണ്, അത് തിരിച്ചു കൊടുക്കുന്നില്ല. അത് യുവന്മാരെയൊക്കെ ഒരു അടവായിരിക്കും, എന്തെങ്കിലും പറയുമ്പോൾ തക്കിടി മോന്മാരെ ഒരു അടവായിരിക്കും. റോബിനെ ആ പണം ആളുകളെ നിന്ന് മേടിച്ചിട്ട് പാവങ്ങളെ കയ്യിൽ നിന്ന് വരെ മേടിച്ചെന്നാണ് പറയണത്. അപ്പോൾ മേടിച്ച ക്യാഷ് തിരിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഇതാരെങ്കിലും ഇങ്ങനെ ചെയ്യുമായിരുന്നോ? കൊടുക്കാത്തത് കൊണ്ടല്ലേ. അവർ ചിലപ്പോൾ എന്തെല്ലാം കഷ്ടപ്പെട്ട് എന്തിനെല്ലാം വെച്ചിരുന്ന ക്യാഷായിരിക്കും, അതിനായിരിക്കും എടുത്ത് തന്നിട്ടുള്ളത്. അപ്പോൾ അതിനെ തിരിച്ചു കൊടുക്കണ്ടേ? കൊടുക്കാത്തത് കൊണ്ടല്ലേ അവർ ഈ മീഡിയയുടെ മുന്നിലൊക്കെ വന്ന് പറയേണ്ടി വന്നത്. ഒരുപാട് പേര് റിയാക്ട് ചെയ്യുന്നു, കമന്റ് ചെയ്യുന്നു, എന്നെ ചീത്ത വിളിക്കുന്നു. ഞാൻ ഇന്നലെ, അതായത് ഓഗസ്റ്റ് 11 ഇന്നലെ ഞാൻ കംപ്ലീറ്റ് എൻ്റെ ബാങ്കിന്റെ
ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ട്, ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. ഇവരുടെ ചാറ്റ്, ഇവർക്ക് അയച്ചു കൊടുത്തിട്ടുള്ള ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ്, എനിക്ക് അയച്ചു തന്നിട്ടുള്ള ഡീറ്റെയിൽസ്, കംപ്ലീറ്റ് സാധനം ഞാൻ പ്രിന്റ് ഔട്ടും ഡോക്യുമെന്റ്സും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പം ഈ പറഞ്ഞ അബിൽ ദേവ്, വേദലക്ഷ്മി, ഇവരുടെ കൂട്ടത്തിലുള്ള റമീൻ, പിന്നെ ഷാജർ, ധന്യ, ഈ പറഞ്ഞ ആൾക്കാരിൽ നിന്നുള്ള സാമ്പത്തിക ഇടപാട് ടോട്ടൽ മൊത്തത്തിലുള്ള അവരുമായിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 42,53,500 രൂപയാണ്. അതായത് 42,53,500 റുപ്പീസ്. എന്റെ അക്കൗണ്ടിൽ നിന്നും ഞാൻ ഇവർക്ക് തിരിച്ചു കൊടുത്ത എമൗണ്ട് എന്ന് പറയുന്നത് 43,22,500 രൂപയാണ്. അതായത് 43,22,500 രൂപ, 43,22,500 റുപ്പീസ് ഞാൻ ഇവർക്ക് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഡീറ്റെയിൽസ് വെച്ചിട്ടാണെങ്കിൽ 69,000 രൂപ, അതായത് 69,000 ഇവർ എനിക്ക് തിരിച്ച് ഇങ്ങോട്ട് തരാനുണ്ട്. മനസ്സിലായി? കൊള്ളപ്പ വാദി പ്രതിയായി. അപ്പം അവരാണ് തിരിച്ചു കൊടുക്കാനുള്ളതെന്ന് പറയുന്നു. അവർക്ക് 5 പൈസയും കിട്ടിയിട്ടില്ല എന്നും പറയുന്നു. അപ്പം ഇത് കള്ളത്തരം, ഇത് തെളിയണം ഇത്. പിന്നെ ഇതെല്ലാം ബാങ്ക് ട്രാൻസാക്ഷൻസ് ആണ്. ബാങ്ക് ട്രാൻസാക്ഷൻസ് നമുക്ക് ഫേക്ക് കാണിക്കാൻ പറ്റില്ല. അത് ഇങ്ങോട്ട് തന്നത് അങ്ങോട്ട് കൊടുത്തൊക്കെ കറക്റ്റ് അതിൽ എന്തുണ്ട്, ബാങ്കിന്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഉണ്ട്. ഇവരുടെ ട്രാൻസാക്ഷൻ സ്ലിപ്പും റെസിപ്റ്റും ഇവരുടെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ പ്രിന്റ് ഔട്ട് എടുത്തിട്ടുണ്ട്. എന്തോ സംസാരത്തിലൊക്കെ ഒരു കള്ളത്തരം ഉണ്ടെന്ന്, ഒരു അറപ്പും വിക്കലും മൂളലും ഒക്കെ ഉണ്ട്. എന്തോ ഒരു ടെൻഷനുണ്ട് പുള്ളിക്കാരൻ്റെ അമ്മയ്ക്ക് സുഖമില്ലായിരുന്നു, റോബിൻ്റെ അമ്മയ്ക്ക് സുഖമില്ലായിരുന്നു. സോ അവരിപ്പോൾ ഈ ഇടയ്ക്ക് മരണപ്പെട്ടു. അപ്പോൾ അവരെ അസുഖത്തിന് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടൊക്കെയാണ് പണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടും മേടിച്ച്, അതിന് മുമ്പും കോടികളെന്നൊക്കെ പറയുന്ന ആളിയൊക്കെ കൊടുക്കാനുള്ള. ഇനിയിപ്പോൾ എല്ലാവരും കൂടെ കൂട്ടത്തോടെ ഇറങ്ങും. വാങ്ങിച്ച പൈസ തിരിച്ച് ഇങ്ങനെ എന്ത് ചെയ്തിട്ടായിരുന്നാലും കൊടുക്കാൻ ശ്രമിക്കുക, അതാണ് നല്ലത്. ഇതിപ്പോൾ ഒരു കാര്യമുണ്ട്, ഡോക്ടർ റോബിൻ ഇതെല്ലാം കൂടെ ആളുകളിൽ നിന്ന് വാങ്ങിച്ചിട്ട് എനിക്കൊരു ഡൗട്ടുണ്ട്. പലിശയ്ക്ക് കൊടുത്താ ഡോക്ടർ റോബിൻ? പലിശയ്ക്ക് കൊടുത്തെങ്കിൽ ഇപ്പം നല്ല ഒരു എമൗണ്ട് കിട്ടിക്കാണുമല്ലോ. അപ്പം ഇത്രയും ലക്ഷങ്ങൾ മേടിച്ച് പലിശയ്ക്ക് കൊടുത്തായിരിക്കും. പ്രിന്റ് ഔട്ട് എടുത്തത് മാത്രമല്ല, ഇന്ന് രാവിലെ, അതായത് ഓഗസ്റ്റ് 12 രാവിലെ 11 മണിക്ക് ഇവരുടെ പ്രസ് മീറ്റ് ഉണ്ട് അല്ലെ, എറണാകുളം പ്രസ് ക്ലബ്ബിൽ വെച്ചിട്ട്. എല്ലാ മീഡിയാസും വരണം, മെയിൻ സ്ട്രീം ചാനൽസ് തൊട്ട് എല്ലാ മീഡിയാസും വരണം. അവർക്ക് എല്ലാവർക്കും ഞാൻ ഈ പറഞ്ഞ ഡോക്യുമെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അവർക്ക് ക്രോസ് ചെക്ക് ചെയ്യാം, അവർക്ക് വേണമെങ്കിൽ ബാങ്കുമായിട്ട് കണക്ട് ചെയ്യാം, ഒരു പ്രശ്നമില്ല. ഓക്കെ. അപ്പം അനന്തു, അതായത് നമ്മളെ ഡോക്ടർ ഡ്രേക്ക് എൻ്റെ അടുത്ത് ആദ്യമേ, എനിക്ക് തോന്നുന്നു ഇനിഷ്യലി എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു, ബ്രോ എത്രയാണ് ട്രാൻസാക്ഷൻ ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എടാ എനിക്ക് തോന്നുന്നു ഒരു 40-45 ഇടയ്ക്കാണെന്ന് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു. ഞാൻ എടുത്തിട്ട് നിനക്ക് അയച്ചുതരാം, ഡീറ്റെയിൽസ് എടുത്തിട്ട് അയച്ചുതരാമെന്ന് പറഞ്ഞു. അപ്പോൾ നീ പറഞ്ഞു, പുള്ളിക്കാരൻ ഇങ്ങനെ അബിൽ ദേവ് പറഞ്ഞു 75 ലക്ഷം രൂപ ഞാൻ കൊടുക്കാനുണ്ടെന്നുള്ള രീതിയിലാണ് പറഞ്ഞിരുന്നത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് എനിക്കൊന്ന് അയച്ചതന്നെ. എനിക്ക് ഈ പറഞ്ഞ 75 ലക്ഷം രൂപ നിങ്ങൾ തന്നത് എനിക്കൊന്ന് അയച്ചതന്നെ. അപ്പൊ ടോട്ടലി മൊത്തത്തിലുള്ള ട്രാൻസാക്ഷൻ മൊത്തത്തിലുള്ള കണക്കായിരിക്കും പറഞ്ഞ. അവരെ ഫ്രണ്ട്സുകളിൽ നിന്ന് എല്ലാവരെയും കൂടെ മേടിച്ചതായിരിക്കും 75. ഒരാളിൻ്റെ തന്നെ 45 ലക്ഷം എന്ന് പറഞ്ഞു. വേദലക്ഷ്മിയുടെ നിന്ന് എത്ര ലക്ഷം എന്ന് പറയണട്ടെ, ഇത്രയെന്നൊക്കെ പറയുന്നിട്ട് 8 ലക്ഷം ഉണ്ടെന്നാ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതുപോലെ 3-4 പേരെ ആയപ്പോഴത്തേക്ക് ഉള്ളതായിരിക്കും. 42,53,500 രൂപയാണ്. അതിൽ ഞാൻ 43,22,500 രൂപ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് അവര് എനിക്ക് 69,000 രൂപ തരാനുമുണ്ട്. ഓക്കെ. അപ്പൊ ഇന്ന് എന്തായാലും ഈ പ്രസ് മീറ്റിൽ ഞാനും വരുന്നതാണ്. ഈ ഡോക്യുമെന്റ്സ് എല്ലാം ഞാനും കൊണ്ടുവരും. ഈ റെസിപ്റ്റും ഈ പറഞ്ഞ ചാറ്റും അവർ അയച്ചെന്ന അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാനും കൊണ്ടുവരുന്നുണ്ട്. അനന്തുവിന് ഉൾപ്പെടെ അവിടെ ഉള്ള എല്ലാവർക്കും ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റും. ഞാൻ അനന്തുവിന്റെ അടുത്ത് പറഞ്ഞു, എടുത്ത് ചാടല്ലേ, ഞാൻ പറഞ്ഞതല്ലേ 40-45 ഇടയ്ക്കുള്ള. നിന്റെ ചാറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? പിന്നെ എടുത്തു വെച്ചിട്ട് കുറേ എന്തൊക്കെ ബുക്ക് കണക്ക്. കാശിന്റെ കാര്യമാണെങ്കിൽ എന്തിനാ എന്റെ ഫാമിലിനെ എന്തിനാ ഇതിൽ ഇൻവോൾവ് ചെയ്യിക്കുന്നത്? അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഇതെന്താണ് ഇവരെ ഉദ്ദേശം? ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. എൻ്റെ അമ്മ മരിച്ചത് ജൂലൈ 3 ഇന്ന് 41 ചടങ്ങ് ബലിയിടേണ്ടതാ പാവനാശത്ത്. ഞാൻ പോയി അതുപോലെ മാറ്റി വെച്ചിട്ട്, മീൻസ് എൻ്റെ അനിയത്തെ പോയി ചെയ്താ ഇവിടെ വന്നത്. എൻ്റെ എന്താ പറയുക, എൻ്റെ ഭാഗത്ത് ശരിയുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തുള്ള കാര്യങ്ങൾ പറയാന്നുള്ളത് കൊണ്ടാണ് ഞാൻ. പുള്ളിക്കാരൻ്റെ കയ്യിൽ ഒരു കെട്ട് പേപ്പർ ഇരിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ച് വല്ല നോട്ടീസ് അച്ചടിച്ച് ഇറക്കിയതായിരിക്കും.
പാർട്ടിയൊക്കെ മാറിയല്ലോ. അപ്പം അതുകൊണ്ട് ഇനിയിപ്പം എന്തോന്ന് എവിടെ കുണ്ടറയങ്ങണ്ട ഇനിയിപ്പം സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ പോകണം എന്നൊക്കെ ഇങ്ങനെ ഘോരം പ്രസംഗിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോട്ടീസ് അച്ചടിച്ച് ഇനി വീടാൻ തോറും റോഡ് തോറും ഒക്കെ വിതരണം ചെയ്യാനായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോഴാണ് അറിയണത് അത് പിന്നെ ഇതിൻ്റെ എവിഡൻസാണ്. ഇതാളെല്ലാം ഈ പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അയച്ചതിൻ്റെ രേഖകളാണെന്ന് ഒരു കെട്ടുണ്ട്. ഇത്രയൊക്കെ വരുമോ? നമുക്ക് വേറൊരു നല്ല രസകരമായ ഒരു ഇത് കേൾക്കാം. മുമ്പ് പുള്ളിക്കാരൻ പാർട്ടി മാറ്റുമായിരുന്നു, ഇപ്പം പുള്ളിക്കാരൻ പാർട്ടി തിരിച്ച് ചാടിയപ്പോൾ മിക്കുള്ളവരും ചാടിയിട്ടുണ്ട്. നമ്മളെ അഖിൽമാരാർ അവരൊക്കെ എന്തിനു വേണ്ടിയാണ്? പണത്തിന് വേണ്ടി. അതിൽ ആ പാർട്ടിയിലോട്ട് ചാടുമ്പം പണം കൈയിട്ട് വരാം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ അങ്ങനെ പണം കിട്ടുന്നുണ്ട്, അങ്ങോട്ട് ചാടുമ്പോൾ പണം കിട്ടുന്നുണ്ട് എന്നൊക്കെയാണ് അറിവ്. അത് ആ പാർട്ടിയൊക്കെ അവരവരെ ഇഷ്ടം. എന്നാലും മുമ്പ് പറഞ്ഞത് അങ്ങനെയൊന്നും അല്ല. ഓരോ വാക്കുകൾ ഒരു പാർട്ടിയിലോട്ടിരിക്കുമ്പോൾ ഒരു പാർട്ടിയെ കുറ്റം പറയും. അങ്ങനെയാണ് ഇപ്പം നമ്മൾ മുഖ്യമന്ത്രിയെ കുറ്റം പറയണില്ലേ ഓരോരുത്തരും. സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ തന്നെ ഇപ്പോൾ ഇരുന്ന് പ്രക്ഷോഭണം നടത്തിയ സ്ത്രീകൾ, അതുപോലെ നമ്മുടെ പിണറായി സർക്കാർ ഇരുന്ന സമയത്തും എന്തെല്ലാം അവിടെ അടിയും വിളിയും നടന്നിട്ടുണ്ട്. 10 വർഷം ഭരിച്ചതല്ലേ, അപ്പോൾ എന്തെല്ലാം നടന്നിട്ടുണ്ട്. ഒരു ഉപയോഗം ഉണ്ടായിട്ടില്ല. തലയടിച്ച് വിളിക്കണവരുണ്ട്, റോഡിലിരുന്ന് നിരങ്ങണവരുണ്ട്, റോഡ് തോറും ആ ടാറിൽ കൂടെ എഴയണതുണ്ട്. എന്തെല്ലാം ചെയ്തിട്ടുണ്ട്. അവരെയൊക്കെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യം അവരൊക്കെ പഠിച്ച് PSC എഴുതി അത് പാസ്സായി വിജയിച്ച്, എന്നിട്ട് അതിൽ അവർക്കൊരു ജോലി കിട്ടാതെ ആയിരുന്നാലും ശമ്പളം ഇല്ലാതെ ആയിരുന്നാലും അവർ ആ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ വന്ന് കിടന്ന് നമ്മളെ പിണറായി സാറുള്ള സമയത്ത് തന്നെ അവിടെ വന്ന് കിടന്ന് നെഞ്ചത്തടിച്ച് വിളിച്ച് ആ സ്ത്രീകൾ എന്തെല്ലാം അവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മളെ പിണറായി സാർ ഒരു വശത്തൂടെ കയറി ഒരു വശത്തൂടെ ഇറങ്ങിപ്പോണത് പോലും ആരും അറിയില്ല. എന്നിട്ട് ഇപ്പം നമ്മളെ മുഖ്യമന്ത്രി വന്നിട്ട് ഇപ്പം 2-3 മാസമേ ആയുള്ളൂ. ആൾ പറയുന്നുണ്ട് എനിക്ക് കുറച്ച് ഒരു കാര്യത്തിന് ഒത്തിരിയൊന്നൊരു സമയം വേണ്ടേ, അതിനു മുമ്പ് ഇതൊന്ന് എടുപിടിയെന്നും പറഞ്ഞൊന്നും ചെയ്യാൻ പറ്റൂല. ഇവരിപ്പം എത്ര ദിവസം കൊണ്ട് വന്ന് അവിടെ അവരിതുപോലെ മണ്ണ് വാരി തിന്നുന്നുണ്ട്, പുല്ല് വാരി തിന്നുന്നുണ്ട്. ഇതെല്ലാം ജനങ്ങൾ കണ്ട തന്നെ, മീഡിയയിലൂടെ നമ്മളെല്ലാവരും അറിഞ്ഞ കാര്യം തന്നെയാണ്. അപ്പോഴും പറയുന്നുണ്ട് ആ മുഖ്യമന്ത്രി ഇതിൻ്റെ മുന്നിലായിട്ട് പോലും നമ്മളെ സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു കൊണ്ടൊക്കെ പറയുന്നുണ്ട്. ഇപ്പം 2-3 മാസമല്ലേ ആയുള്ള അവർ ഭരണത്തിൽ കയറിയിട്ട്. അപ്പം അത് ചെയ്യാതിരിക്കൂല. ഇപ്പം പിന്നെ അവർക്ക് അങ്ങനെ എന്തോ നീതി കൊടുക്കുകയോ അവരാ സമരം പിൻവലിക്കുകയും ചെയ്ത് അവർക്ക് വേണ്ടുന്നത് ചെയ്തു കൊടുക്കാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ പിണറായി സർക്കാരാണെങ്കിൽ ഇതൊന്നും പറഞ്ഞിട്ടില്ല. 10 വർഷം ഭരിച്ചിട്ടും ഒരു ഉപകാരവും വന്നിട്ടില്ല. അതുപോലെ തന്നെ എത്രയോ ജനങ്ങളായി ഈ വെള്ളപ്പൊക്കത്തിൽ കാണാതെ പോയി. വയനാട്ടിൽ തന്നെ എത്രയോ പേരെ കാണാനില്ലായിരുന്നു. അതിലൊന്നും ആളെയൊക്കെ ഒന്നും പറയണ്ട. വീടുകൾ ഒരുപാട് നഷ്ടപ്പെട്ടു, ഒരുപാട് പിരിവുകൾ നടത്തി. ബക്കറ്റ് പിരിവ് വരെ വീടാൻ തോറും കയറി ഇറങ്ങി നടത്തിയിട്ടുണ്ട്. അതിലൊന്നും ആർക്കും ഒരു കുഴപ്പമില്ല. ഇപ്പം തന്നെ അതാ വെള്ളത്തിൽ പോയത് വരെ മത്സ്യബന്ധനത്തിന് പോയ ആ സമയത്തിന് ഇപ്പം 2-3 പേരെയൊക്കെ കാണാതെ പോയി. അതിനെനിക്ക് VD സതീശൻ സാറിന് ഒരുപാട് അങ്ങ് പറഞ്ഞെങ്കിലും സമാധാന രീതിയിൽ വന്ന് മീഡിയയുടെ മുന്നിൽ പറയുന്നുണ്ട്. അത് അവരെ വിഷമം കൊണ്ടാണ് അവർ പറയണത്. അവരാരും ഒന്നും പറയരുത്, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എടുപിടിയെന്നും പറഞ്ഞൊരു കാര്യം ചെയ്യാൻ പറ്റുമോ? ആൾ നല്ല മനസ്സമാധാനമുള്ള ഒരാളാണെന്നാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ ഇന്ന പാർട്ടിയാണെന്നൊന്നുമില്ല. ഞാൻ നല്ലത് കണ്ടാൽ നല്ലതാണെന്ന് പറയും. അടുത്തത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ്റെ കാര്യമാണ്. ഇതൊക്കെ കണ്ടാലും കോമഡി ആയിട്ടാണ് തോന്നുന്നത്. നമുക്ക് കാണാം. പ്രിയപ്പെട്ടവരെ നോക്കൂ, വേദലക്ഷ്മിയെ ഞങ്ങൾ വിടില്ല. പ്രിയപ്പെട്ടവരെ, അവൾ എന്താണ് വിചാരിച്ചത്? നമ്മുടെ ഡോക്ടർ മിത്രം അദ്ദേഹത്തെ കുറ്റപ്പെടുത്താമെന്ന് വിചാരിച്ചോ? അദ്ദേഹത്തെ ആൾക്കാരുടെ മുമ്പിൽ മാറ്റിക്കാമെന്ന് വിചാരിച്ചോ? ആരാണ് അദ്ദേഹം? ഞാൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നോട് ചോദിച്ചു വൈ BJP എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. അപ്പൊ എനിക്ക് അവിടെ BJPയുടെ തത്വങ്ങളോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ABCD അറിഞ്ഞുകൂടാ. ഓ എളിമ എന്റെ കൂടെ ടൗസർ വിട്ട് വടിയെടുത്ത തൊപ്പിയിട്ട് നടന്ന മനുഷ്യനാ എന്നിട്ടാ പറയുന്ന BJPയുടെ ABCD അറിയൂലെന്ന്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ എന്താണ് ക്ലെബറായിട്ട് പറഞ്ഞു, സാർ എനിക്ക് മോഡിജിനെ ഇഷ്ടമാണ് സാർ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഞാൻ മോഡിജിനെ ഒന്ന് ഫോളോ ചെയ്തപ്പോൾ എന്ത് ചെയ്ത് എനിക്കുണ്ടായ സാധനം എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ടറല്ല സാധനം എടുത്ത് കാണിച്ചപ്പം ഒരു പ്രൈം മിനിസ്റ്ററിന് അത് മോഡിജിനെ ഫോളോ ചെയ്തപ്പോൾ അടുത്ത ദിവസം റിപ്പോർട്ടറിൽ ഇങ്ങനെ ഒരു ന്യൂസ് വരണമെങ്കിൽ ഞാൻ എന്തുമാത്രം ഇമ്പാക്ട് ആയിരിക്കും എന്റെ കാര്യത്തിൽ എന്ത് ചെയ്യുന്നത്? സത്യം ഭയങ്കര ഇമ്പാക്റ്റാ. നീ ഒന്ന് അപ്പിയെടുത്ത് നോക്കിയിട്ട് ആൾക്കാർ കാത്തേക്കുന്നുണ്ട്. ഒരു സമയത്ത് അമ്മമാരുടെ സ്വന്തം മകനായിരുന്നില്ലേ നീ, പെങ്കന്മാരുടെ സ്വന്തം ആംഗളയായിരുന്നില്ലേ നീ, ഒരുപാട് പെൺകുട്ടികളുടെ ആരാധന പുരുഷ
സത്യം എല്ലാവരും കയ്യിൽ ഇങ്ങനെ കൈത്താങ്ങായിട്ട് കൊണ്ടു നടന്നതായിരുന്നു. കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് ഇപ്പം ചാടി അപ്പുറത്തോട്ട് ചാടി. എന്തിനാണ്? അവിടെ പണം കിട്ടും, പണത്തിന് വേണ്ടി ചാടിയതാണ്. സോറി, ആരാധന പുരുഷനായിരുന്നില്ലേ നീ? 3 ദിവസം മുമ്പ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ തുപ്പുന്ന ചില പീരങ്കികൾക്ക് മുമ്പിൽ, പോലീസുകാരുടെ ലാത്തിക്ക് മുമ്പിൽ, നിറഞ്ഞ തോക്കുകൾക്ക് മുമ്പിൽ നെഞ്ചും വിരിച്ചു നിന്നവനാണ് നമ്മുടെ ഡോക്ടർ റോബിൻ. വെള്ളം ചീറ്റുന്ന സമയത്ത് ഇങ്ങനെ പുറം തിങ്ങിയെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയില്ലേ? അതെ, അങ്ങനെ ധീരനായ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന് സംഘമിത്രങ്ങളോട് വല്ലാത്ത കൂറും സ്നേഹവുമാണ് പ്രിയപ്പെട്ടവര്, അല്ലേ ഡോക്ടറെ? BJP എന്ന് വെച്ചാൽ ഞാൻ വർഗീയവാദികളാണ്, മനസ്സിലായില്ലേ? സത്യം പറയല്ലേ, ഭയങ്കരമായിട്ട് അങ്ങനത്തെ കാര്യം കേട്ടല്ല, BJP എന്ന് വെച്ചാൽ വർഗീയവാദികളാണ്. റോബിൻ പറഞ്ഞതാണ്. എന്നിട്ടാണ് ഇപ്പം ആ പാർട്ടിയിലോട്ട് ചാടി നിൽക്കണത്. ഇത് മിക്കവാറും അവർക്ക് എന്തോ ദോഷത്തിനാണ് അങ്ങോട്ട് ചാടിയിരിക്കുന്നത്. അതുപോലെയാണ് അഖിൽമാരാരും ചാടി പണത്തിന് വേണ്ടിയിട്ട് പറയാറുണ്ട്, മനസ്സിലായില്ലേ? അങ്ങനെ BJP-ക്കാരെന്ന് വെച്ചാല് വർഗീയവാദികളാന്നല്ലേ? എടാ പന്ന റോബിൻ രാധാകൃഷ്ണ, നീ എന്താണ് വിചാരിച്ചത്? ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളുടെ ഉപ്പും ചോറ് നിന്നിട്ട് ഞങ്ങളുടെ സെറ്റ് വല്ല് വാങ്ങിച്ചു വെച്ച് ഞങ്ങളെ തന്നെ നോക്കിച്ചിരിക്കുന്നോടാ. ഞാൻ മാത്രമല്ല, അവരെല്ലാവരും അവര് തട്ടണമെന്ന് പറഞ്ഞു. ഇത്രയും കാലം ഞങ്ങളുടെ കൂടെ പിന്നെ എന്തിനാടാ നിന്നത്? ടൗസർ വിട്ട്, ലാത്തി വിട്ട്, തൊപ്പി വിട്ടിട്ട് നീ ഞങ്ങളുടെ കൂടെ നടന്നില്ലടാ. ഇനി നിനക്ക് മാപ്പില്ല. വേദലക്ഷ്മി, നീ ആണ് ശരി. എന്നാലും റോബിൻ രാധാകൃഷ്ണ, ഞങ്ങൾ വർഗീയവാദികളാണല്ലേ? നീ BJP കുണ്ട്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ വന്നില്ലടാ. നാണുണ്ടാ നിനക്ക്? എന്തെന്ന് വിചാരിച്ചിട്ടാ വന്നിനി? കാലങ്ങളായിട്ട് ഇതിന്റെ കൂടെ നിൽക്കുന്ന, ഈ പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ മുഖത്ത് നോക്കി തുപ്പിയിട്ടല്ലേടാ നീ പീഡാലോ പറയുന്നത്? ഞങ്ങൾ വർഗീയ പാർട്ടിയുടെ മുഖത്ത് നോക്കി തുപ്പയും ചെയ്ത് അപ്പിയിട്ടിട്ട് വാരി എറിയുകയും ചെയ്ത് ആ കണക്കിന് നിന്നിട്ടാണ് ഇപ്പം പോയിരിക്കുന്നത്. സത്യം പറഞ്ഞ തീട്ടത്തി കിടന്നാലും പണം നക്കിയെടുക്കുമെന്ന് പറയുന്ന സ്വഭാവമാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കടമല്ലേ? അപ്പം ആ കടമൊക്കെ വീട്ടാൻ വേണ്ടിയിട്ടായിരിക്കും പോയത്. ാണോ? സത്യം പറഞ്ഞാണ്. എന്നാലും നീ അതിങ്ങനെ പൊതുസമക്ഷത്തിൽ വന്ന് പറയുന്ന തെറ്റല്ലേ? ആരെങ്കിലും കേട്ടാ എന്ത് വിചാരിക്കും? ഇപ്പം ഞാൻ മാത്രമേ കേട്ടിട്ടുള്ളൂ. അതുപോലെയാണോ ഈ നാട് മൊത്തം അറിഞ്ഞ എന്തായിരിക്കും അവസ്ഥ? നാട് മൊത്തം അറിഞ്ഞു, കുറ്റം പറയുകയും ചെയ്ത്, ഇപ്പം വീണ്ടും ആ പാർട്ടിയിലോട്ട് ചായുകയും ചെയ്ത്, മൊത്തത്തിൽ നാറ്റ കേസുമായി. ഇനിയിപ്പം എന്താ, ആളിലേക്ക് പണം കൊടുക്കാനില്ല എന്നും പറഞ്ഞുകൊണ്ട് ഒരു കെട്ട് നോട്ടീസ് വച്ചടിച്ചുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. പാവം തന്നെ ഒരു കണക്കിന്. ഇതൊക്കെയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ്റെ കളികൾ. രാധാകൃഷ്ണൻ ഇനി ആളിലേക്ക് പണവും കൊടുക്കൂല, ചാടി നടക്കുന്നുണ്ട് ഓരോന്നും പറഞ്ഞുകൊണ്ട്.